ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടി ഏകദേശം 282 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. ഈ സമയം വരെ വാർത്തകളും നവമാധ്യമത്തിലും എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദുരന്തം എന്നത് ഒരു മനുഷ്യന്റെ അവൻ ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്ന് തൂത്തെറിയുന്ന സാഹചര്യമാണ്. അവൻ അന്ന് വരെയും സമ്പാദിച്ച സമ്പാദ്യങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് മാറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളാണ് ആ നാടിനുണ്ടായിരിക്കുന്നത്. ഉറ്റവർ നഷ്ടപ്പെട്ട ആളുകൾ എല്ലാവരുമുണ്ട്. ഇന്ന് നവമാധ്യമത്തിൽ തുറന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു പാസ്റ്ററെയാണ്. അദ്ദേഹം താൻ 20-ാം തീയതി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് ഉള്ളിൽ തന്ന ഒരു ദൂതാണ് ഇവിടെ വെള്ളം വരാൻ പോകുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ആ വീഡിയോ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഏകദേശം 1 ലക്ഷം പേരോളം അത് കണ്ടു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ അനുയായികളും ഇദ്ദേഹം തന്നെ നിരവധി പെന്തിക്കോസ്ത് ഗ്രൂപ്പുകളിലും ഈ വീഡിയോ ഷെയർ ചെയ്തു. അദ്ദേഹം ആ സമയത്ത്, അതായത് നാട് ദുഃഖാചരണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അല്ല, ഈ ദുരിതം ഉണ്ടാവണക്കാൽ മുമ്പ് ഈ വീഡിയോ എന്തുകൊണ്ട് പുള്ളി ഇതുപോലെ ഷെയർ ചെയ്തില്ല? ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഭവിച്ചത് എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് വിചാരിക്കാൻ തന്നെ പറ്റും. ഒരു നാട് ദുഃഖത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഈ പ്രവാഹമെല്ലാം ഇതുപോലെ വീഡിയോ ഇട്ട് എന്തിനാണ് ജനത്തിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നത്? അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക വേണ്ടത്, അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുക വേണ്ടത്. ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ആ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വന്ന സംഭവമാണ്. ഇദ്ദേഹത്തിന് അന്ന് ഈ വയനാട് ഏത് മേഖലയാണെന്ന് ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തില്ല? ഈ ദുരിതം നടന്നപ്പോൾ അന്നേരം തന്നെ അദ്ദേഹം ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കാണിച്ച മനസ്സ്, അത് ഭീകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് യഥാർത്ഥ ആത്മാവാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ആ വീഡിയോ അദ്ദേഹം പുള്ളി തന്നെ പറയാൻ പറ്റുള്ളൂ, പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്കുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഓരോ ജില്ലയിലും അതിനുള്ള കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കളക്ടറേറ്റിൽ നമുക്ക് സഹായം ചെയ്തു കൊടുക്കാം. അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്ന് തന്നെയാണ് വചനം പറയുന്നത്. അതായത് നമ്മൾ സഹായം ചെയ്യുവാൻ, കരുണ എന്നത് പറഞ്ഞത് അവർക്കുള്ള ആവശ്യങ്ങൾ നാം ചെയ്തു കൊടുക്കാൻ ബാധ്യതയാണ്. നമ്മുടെ ഈ മത്തായി 12:7 പറയുന്ന പോലെ, നിങ്ങളുടെ യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ദൈവം പറഞ്ഞൊരു വാക്കാണ്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. നാം മറ്റുള്ളവരെ അവസ്ഥയിൽ, ദുഃഖമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചെല്ലണം. അവരോട് കരുണയുള്ളവനായിരിക്കണം. ആ കരുണയിൽ തന്നെയാണ് ദൈവം നമ്മോട് പ്രസാദിക്കുന്നത് എന്ന് മത്തായി സുവിശേഷത്തിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു വചനം കൂടെ നമുക്ക് കേൾക്കാം. മത്തായി 18:33 ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും
കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ തോന്നിയിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ കൂട്ടുദാസൻ, നമ്മുടെ സഹവിശ്വാസിക്ക് ഒരു ദുഃഖം വരുമ്പോൾ നാം അവനോട് കരുണ തോന്നണം. വചനം പറയുന്നത് നമ്മൾ കരുണ, അവൻ നമ്മുടെ യാത്രയല്ല, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന യാത്രയല്ല. ദൈവം നമ്മളോട് എങ്ങനെ കരുണ കാണിക്കുന്നു അതുപോലെ നമ്മുടെ സഹവിശ്വാസികളോടും നമ്മുടെ കൂട്ടുവിശ്വാസികളോടും നമ്മുടെ അയൽക്കത്തവരോടും ഇതുപോലെ സന്ദർഭങ്ങളിൽ നമുക്ക് അവരോട് കരുണ തോന്നണം എന്നാണ് വചനം നമ്മോട് വ്യക്തമായി പറയുന്നത്. Okay, so